ഉടമ്പടിയാണ്. ഉടമ്പടി ഉപ്പെന്നാണ് ബൈബിൾ പറയണത്. അല്ല, ഓരോരുത്തരിങ്ങനെ, ഞാനൊരു പള്ളി ചെന്നപ്പോൾ അവിടെ ഉപ്പിരിക്കുകയാണ്. എന്താ, നേർച്ച ഇടുന്നവരെല്ലാം അവിടെ നിന്ന് നുള്ളെടുത്തുകൊണ്ട് പോകും. അത്ര ഉപ്പല്ല കൃപാസനത്തിലെ ഉപ്പ്. കൃപാസനത്തിലെ ഉപ്പ് ഉടമ്പടി ഉപ്പാണ്. സോൾട്ട് ഓഫ് ദി കവനൻ്റ് എന്ന് ബൈബിൾ പറയുന്ന ഉപ്പാണ്. എന്താണത്? അത് ലേവയർക്കുള്ളതാണ്. ലേവയർ ആരാണ്? പുരോഹിത വർഗമാണ്. എന്താ ലേവയന്? മോസസ് ഗോത്രങ്ങൾക്ക് വാഗ്ദാന ഭൂമി വിഭജിച്ച് കൊടുത്തപ്പോഴേ കർത്താവ് മോസസിനോട് പറഞ്ഞു, ലേവയർക്ക് അവകാശമില്ലെന്ന് പറഞ്ഞു. ഈ ഭൂമിയിൽ അവകാശമില്ല. എന്താ കാര്യം? ഞാനാണ് അവരുടെ അവകാശം. അയ്യോ, എന്തൊരു സംഭവം! അതുകൊണ്ട് മോസസ് പറഞ്ഞു, എല്ലാ കുറവിലും ലേവ്യരുടെ ഓഹരികളിൽ നിങ്ങൾ ഉപ്പ് തളിക്കണം. അത് നിങ്ങൾ എടുക്കാനും പള്ളിക്ക് എടുക്കാനുമല്ല, അത് അവരുടെ കുടുംബം കഴിയാൻ വേണ്ടിയുള്ളതാണ്. അത് കാര്യം എൻ്റെ ഓഹരിയാണെന്നത്. അതെൻ്റെ ഓഹരിയാണ് ഉപ്പ് തളിക്കണത്. അത്രയും ബോധത്തിൽ വേണം നിങ്ങൾ ഉപ്പ് കൈകാര്യം ചെയ്യാൻ. എന്നുവെച്ചാൽ എനിക്കിവിടെ അവകാശമില്ല, നോട്ട് ബൈ മെറിറ്റ്, എനിക്ക് മെറിറ്റില്ല. അശ്വതി എന്താ ചെയ്യണത്? അശ്വതി സിസ്റ്റത്തെ തന്നെ ഉടമ്പടി തൈലം എടുത്തേണ്ട ഒരു കുരിശ് വരക്കും. എന്താണ്? എനിക്ക് ഇംഗ്ലീഷ് അറിയത്തില്ല, അവർ സംസാരിക്കാൻ അറിയത്തില്ല, പറയണത് മനസ്സിലാകത്തില്ല. പിന്നെ എന്താണ്? ഇനി എല്ലാം നിൻ്റെ കയ്യിലാണുള്ളത്. അതാണ് ഉപ്പ് ഇട്ടേക്കണത്. ഇൻ്റർവ്യൂ കഴിയുമ്പോൾ 25 ക്വസ്റ്റ്യൻ ചോദിക്കും. 25 ക്വസ്റ്റ്യൻ കഴിഞ്ഞപ്പോൾ പറയുമ്പോൾ നിനക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് അറിയണമെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും അവർക്ക് അറിയാമില്ല. അതുകൊണ്ട് അവർക്ക് അതിന് സന്തോഷമില്ല. കാര്യം പൊട്ട മാർക്കാണെങ്കിൽ എന്ത് ചെയ്യും? പക്ഷെ അവർ പറഞ്ഞ് യു ഗോട്ട് 24 ഔട്ട് ഓഫ് 25 എന്ന് പറയും. ഇതാരാണ് ചെയ്യണത്? നോട്ട് ബൈ മെറിറ്റ് നമ്മളോട് പറഞ്ഞ ആളാണ്. അപ്പോൾ പക്ഷെ അത് നമ്മൾ അംഗീകരിക്കണം. അതാണ് വിഷയം. എൻ്റെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ടെന്നാണ്. അവൾ കയറിപ്പോകുമ്പോൾ എന്താണ് കൂട്ടുകാരെ പറഞ്ഞ്, നീ കയറിപ്പോകുന്നു, എൻ്റെ 2 കുഞ്ഞുങ്ങളും ഭർത്താവും ഇല്ലേ, അതൊന്നും നടക്കത്തില്ലെന്ന് പറയും. അത് നടക്കാൻ വകുപ്പില്ല, നീ ഫ്രഷ് ഹാൻഡല്ലേ, അവിടെ നിനക്ക് ഉദ്യോഗം കിട്ടിയെന്നല്ലേ ഉള്ളൂ, ബാക്കിയുള്ള സെറ്റപ്പായിട്ടില്ല. അപ്പോൾ അത് കർത്താവിൻ്റെ ഇഷ്ടമെന്ന് അവൾ പറയും. അപ്പോൾ വിസ അടിച്ച് വരുമ്പോൾ ഭർത്താവിനും 2 കുഞ്ഞുങ്ങൾക്കും ഒപ്പമാണ് വിസ അടിച്ച് വരണത്. ഇതാണ് ഈ നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. പക്ഷേ ഈ അശ്വതി എന്ന് പറഞ്ഞ സംഭവത്തിന് ഇത് പെട്ടെന്നിങ്ങനെ ഓടിത്തിരിയും. കർത്താവ് ആരാണ്, ഞാൻ ചെയ്യണത് എന്താണെന്നൊക്കെ. ചില ആൾക്കാർ ഒക്കുമായിരിക്കും അല്ലേ, ഒത്തി കിട്ടാതെ കൂട്ടി പോയാൽ ചട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആംബിഗസ് ആയിട്ട് ചെയ്യും. അപ്പം ചെയ്യുമ്പോൾ തന്നെ അതിനൊരു തീരുമാനമായി ക്യാൻസൽഡാണ്. നിങ്ങൾ ഡൗട്ട് ഫെയ്ത്തിൽ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ തന്നെ ഉടമ്പടി സ്റ്റാൻഡ് ക്യാൻസൽഡ്, ഓട്ടോമാറ്റിക് ക്യാൻസലിംഗ് ആണ്. അതുകൊണ്ടാണ് ഈ ക്ലാസ് എടുക്കേണ്ട കാര്യം. അവിടെ പോയിരുന്ന് ഉറങ്ങി വെച്ച് വന്ന് വല്ലതും കുത്തി കുറിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഡംപ് ചെയ്യും. ദാറ്റ് നോൺ സെൻസ്. നിങ്ങൾ ഇത് ഡൗട്ട് ഫെയ്ത്തിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉടമ്പടിയുടെ ഈ സ്ഥലത്ത് ആൾക്കാരെ കാല് കുത്തുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക് ക്യാൻസൽഡ് ആവും. എന്താ കാര്യം? ഫിഡലിറ്റി ഇല്ലെന്ന് കർത്താവിന് അറിയാം. എൻ്റെ മക്കളെ, ഏറ്റവും പ്രശ്നം അനുഗ്രഹാനന്തര കാലഘട്ടമാണ്. നിങ്ങളുടെ അനുഗ്രഹിച്ചതിന് ശേഷം നിങ്ങളുടെ ഉടമ്പടിയിലുള്ള സ്റ്റാറ്റസ് എന്താണെന്ന് ദൈവം നോക്കും. ഒരു പത്തറ്റിക് റീസൺ പറയാം. 90% ആൾക്കാരുടെ ഉടമ്പടി അപകടത്തിലാണ്. എന്താ കാര്യം? ഇവർ ഉടമ്പടി ചെയ്യണ ദൈവത്തോടല്ല, അവിടെ വിഷയത്തോടാണ്. ആ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഉടമ്പടി അനുസരിച്ച് ജീവിക്കത്തില്ല. പിന്നെ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കും. ഇവിടെയാണ് അശ്വതി വ്യത്യസ്തയാകണത്. ബൈബിളിൽ വ്യത്യസ്തതയ്ക്ക് ഭയങ്കര അർത്ഥമാണ്. വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങിയതാണ്. ഉടമ്പടിയിൽ നമ്മൾ ശ്രമിക്കുന്നത് വ്യത്യസ്തമാകാനും മനസ്സിനിണങ്ങിയതാണ്. 2 വാക്ക് ബൈബിളിലെ വാക്ക്. ഡിഫറൻസ് എടുത്തേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാളും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പുറപ്പാട് 33:16. പുറപ്പാട് 33:16. അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ, പറഞ്ഞ് അങ്ങ് ഞങ്ങളോടൊത്ത് യാത്ര ചെയ്യുമെങ്കിൽ ഞാനും അങ്ങയുടെ ജനവും ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിൽ നിന്ന് വ്യത്യസ്തരായിരിക്കും. അതാണ് വിഷയം. ദൈവം ഉടമ്പടിയിലൂടെ വരണം. എന്താണ് ഉടമ്പടി? ദൈവത്തിൻ്റെ ഒരു വാഗ്ദാനമാണ്. എന്താണ്? ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. അതൊക്കെ പഴയ സിലബസാണ്, മറന്നു പോകരുത്.
ജോഷുവ, take the word of God. ശ്രുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ജോഷുവ 1:9. ജോഷുവ 1:9. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഏറ്റു പറഞ്ഞേ, ശക്തനും ധീരനുമായിരിക്കണം. ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. ഇതാണ് ഈ സഞ്ചാരി മാതാവിൻ്റെ കോൺസെപ്റ്റ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അതുകൊണ്ട് വാഗ്ദാനത്തിലുള്ളതാണ്. ഉടമ്പടി എന്തിനുള്ളതാണ്? വാഗ്ദാനം പ്രാപിക്കാനുള്ളതാണ്, അല്ലേ? വാഗ്ദാനം എന്ന് പറയുന്നത് ഉടമ്പടിയാണ്, ഉടമ്പടി എന്ന് പറയുന്നത് വാഗ്ദാനമാണ്. 5:9 എടുത്ത് 105:9 സ്തുതിയുടെ ഹല്ലേലൂയ സങ്കീർത്തന സ്തുതിയുടെ ഹല്ലേലൂയ. 105-ാം സങ്കീർത്തനം 9-ാം തിരുവചനം. അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി, അബ്രാഹത്തോട് ചെയ്ത ഉടമ്പടി ഇസ്ഹാക്കിന് ശബ്ദപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. ഉടമ്പടി എന്ന് പറയുന്നത് ദൈവത്തിന്റെ വാഗ്ദാനം തന്നെയാണ്. ഉടമ്പടി ചെയ്യണത് എന്തിനാണ്? ദൈവത്തിന്റെ വാഗ്ദാനം പ്രാപിക്കാനാണ്. ദൈവത്തിന്റെ വാഗ്ദാനത്തിന്റെ ബേസിക് വാഗ്ദാനം എന്താണ്? ഐ വിൽ കം വിത്ത് യു വെറെവർ യു ഗോ. നീ എവിടെ പോയാലും നിന്റെ കൂടെ, ഇന്റർവ്യൂവിനായാലും ശരി, കോടതിയിലായാലും ശരി, ഐ വിൽ കം വിത്ത് യു. ഉടമ്പടി ചെയ്യുമ്പോൾ തന്നെ ആ വ്യക്തിയുടെ കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. ഈ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്, തൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ വ്യത്യസ്തരായിരിക്കണം, മറ്റുള്ള വ്യക്തികളെക്കാൾ വ്യത്യസ്തമായിരിക്കും. അതാണ് മോസസ് പറയണത്. മോസസ് എന്താ പറഞ്ഞത്? 33:16 ഒന്ന് വായിച്ചേ. പുറപ്പാട്. അങ്ങ് ഞങ്ങളുടെ കൂടെ പോരുകയാണെങ്കിൽ ഞങ്ങൾ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ വ്യത്യസ്തരായിരിക്കും. ഇപ്പൊ ദൈവ സാന്നിധ്യം പിന്നെ നീണ്ട സാന്നിധ്യമായിട്ട് മാറുമ്പോഴാണ് ഈ സഞ്ചാര സാന്നിധ്യം വരണത്. ഉടമ്പടിയുടെ ഏറ്റവും ഫൂഡ്സ് എന്താണ്? സഞ്ചാര സാന്നിധ്യമാണ്. സാന്നിധ്യം തന്നെ നീണ്ടു വരും, കൂടെ വരും. അപ്പോഴാണ് സഞ്ചാര സാന്നിധ്യം വേണ്ടത്. സഞ്ചാര സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ മഴവില്ല്, സുഗന്ധാഭിഷേകം, അതുപോലെ തന്നെ പലതരത്തിലുള്ള ദൈവാനുഭവങ്ങൾ നമുക്കുണ്ടാകുന്നതിൻ്റെ കാരണങ്ങളാണ്. സ്വപ്നം, ദർശനം, അതെല്ലാം സഞ്ചാര സാന്നിധ്യത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പം അങ്ങനെ ഒരു വലിയ ഒരു ആധ്യാത്മികമായിട്ടുള്ള ഒരു തലത്തിലേക്കാണ് ദൈവം. ഇതിന് നമ്മളെപ്പോഴും ചെയ്യേണ്ടത്, ദൈവം ഉടമ്പടി ചെയ്തിട്ടുള്ള ആൾക്കാരല്ല, അവിടുന്ന് തനിക്ക് തൻ്റെ മനസ്സിനിണങ്ങിയ ഒരാളെ കണ്ടെത്തിയെന്ന് പറയും. ഏറ്റവും വലിയ എൻ്റെ ഒരു ത്രെട്ടെന്ന് പറയണത്, ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങണ ഒരു വ്യക്തിയായിട്ട് നമ്മൾ എങ്ങനെയാണ് കൺവേർഷൻ സംഭവിക്കേണ്ടത്? മനസ്സാന്തരപ്പെടുകണ എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കുമ്പോൾ എന്തെങ്കിലും പാവം പറഞ്ഞിട്ട് കുമ്പസാരിക്കണമല്ല മനസ്സാന്തരം. മനസ്സാന്തരം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സിന് ഇണങ്ങിയ ആളായിട്ട് ഇങ്ങനെ മാറണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 13:22. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ, അപ്പോസ്തല പ്രവർത്തനം 13:22. ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എന്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് പ്രോബ്ലം. അയാൾ തോന്നിയവാസിയായി ഈ ദാവീദ് എന്ന് പറഞ്ഞാൽ. ദാവീദിൻ്റെ ബയോഡേറ്റ പറയേണ്ട ആവശ്യമില്ലല്ല. പക്ഷെ അയാൾ ഈശോയുടെ മനസ്സിനിണങ്ങിയ ആളാണ്. ഇതിന് ആധ്യാത്മികതയുടെ ഒരു ബേസിക്കാണ് ഈ സാധനം. നമ്മുടെ പ്രശ്നം നമ്മുടെ അവസ്ഥയല്ല, ദൈവത്തിൻ്റെ മനസ്സിനിണങ്ങുക എന്നുള്ളതാണ്. അബദ്ധങ്ങൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റി, അപ്പോഴും പുള്ളി കണ്ണീരണിഞ്ഞു നിന്നിട്ട് പറയണതും അബദ്ധം പറ്റി. പക്ഷേ ഇതിൻ്റെ പേരിൽ നിൻ്റെ മുമ്പിൽ നിന്ന് തന്നെ തള്ളിക്കളയരുത്. കാര്യം നിൻ്റെ പരിപാവനെ എന്നിൽ നിന്ന് എടുത്ത് കളയരുത്. അപ്പോൾ ആ പ്രാർത്ഥന മാത്രം മതിയല്ല ഒരു മനുഷ്യരാശി പ്രാർത്ഥനയുടെ ജീവിതം തുടങ്ങാൻ വേണ്ടി. ആ പറഞ്ഞ വാക്ക് ചങ്ക് പറഞ്ഞ് പറയണതാണ്. അത് തകർന്ന ഹൃദയം കർത്താവ് നിരസിക്കുകയില്ല. തകർന്നാണ് ഇരിക്കണത്. തകർന്നവൻ്റെ പ്രാർത്ഥനയാണത്. എന്താ പറയണത്? അബദ്ധം പറ്റി, പക്ഷെ അതിൻ്റെ പേരിൽ അങ്ങയുടെ തിരുസന്നിധി നിന്നെ തള്ളിക്കളയരുത്. നിൻ്റെ പരിപാവനെ എടുത്ത് കളയരുത്. കാര്യം അബദ്ധം പറ്റി, പക്ഷെ അതിനേക്കാൾ വലുതായി ഞാൻ കരുതണത് എൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യമാണ്. ഈ സാന്നിധ്യത്തിന് വേണ്ടി
അനുദപിക്കുന്ന ഒരാളാണ് ദാവീദ്. അതാണ് നിൻ്റെ സന്നിധിയിൽ നിന്നെ തള്ളിക്കുക. അനുതാപവും സാന്നിധ്യവും തമ്മിലാണ് കണക്റ്റഡ് ചെയ്തിരിക്കുന്നത്. ഫോർ വാട്ട് വി ഷുഡ് റിപ്പന്റ് ഫോർ ദി പ്രസൻസ് ഓഫ് ഗാഡ്. എന്തിനു നീ അനുദപിക്കണമെന്ന് ചോദിച്ചാൽ, എൻ്റെ ദൈവ പൈതലെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടിയാണ് ഞാൻ അനുദപിക്കേണ്ടത്. ഈ സാന്നിധ്യം നൗ ആൻഡ് ദെൻ അല്ല, ഇറ്റ്സ് എ കണ്ടിന്യൂസ് ആൻഡ് ഫ്രീക്വന്റ് പ്രോസസ്. ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ മോസസ് പറയും, വി വിൽ ബി എ ഡിഫറെൻറ്റ് പീപ്പിൾ. എന്തോ ഒരു വലിയ വായിലാണ് പറയണത്. എങ്ങാനും ഞങ്ങളുടെ കൂടെ നീ അണമറിയാത്ത സാന്നിധ്യമാണെങ്കിൽ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യരെക്കാൾ ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. കൈയടിച്ചിട്ട് ശ്രുതികളെ അപ്പോൾ ഈ അശ്വതിയുടെ ജീവിതം അവസാനം ഇവരെല്ലാവരും കൂടി യൂറോപ്പിൽ പോവും, ഇംഗ്ലണ്ടിൽ പോവും, അവിടെ താമസിക്കും, നല്ലൊരു കമ്പനി മാതാവ് കൊടുക്കും, അവിടെ ജീവിക്കും, ഭർത്താവും ഭാര്യയുമായിട്ട് ജീവിക്കും, കുഞ്ഞുങ്ങളായിട്ട് അവിടെ ജീവിക്കും. പക്ഷെ 3 കൊല്ലത്തെ വിസയേ ഉള്ളൂ. 3 കൊല്ലമായപ്പോൾ കമ്പനി പൊളിഞ്ഞപ്പോൾ ഇവരുടെ വിസ പുതുക്കണില്ല. പലരുടെ വിസയും കട്ട് ചെയ്ത് കളഞ്ഞ്. കമ്പനിയെക്കുറിച്ച് എന്തൊക്കെ മോശം റിപ്പോർട്ടുകൾ മേൽക്കടകത്തിലേക്ക് പോയി. ഇപ്പോൾ കുറേ ആൾക്കാർ പിരിച്ചുവിട്ട്. അപ്പോൾ ഇവരുടെ വിസ പുതുക്കണില്ല. അപ്പോഴും അശ്വതി പറഞ്ഞൊരു വാക്കുണ്ട്, എൻ്റെ കാര്യങ്ങളെല്ലാം നടന്നായിരുന്നു, പക്ഷേ എങ്കിലും ഞാൻ ആ ഉടമ്പടി തന്നെയാണ് ഇപ്പോഴും ജീവിക്കണതെന്ന്. അതാണ് അനുഗ്രഹാനന്തര കാലം എന്ന് പറയുന്നത്. ഇതാണ് വ്യത്യസ്തമെന്ന് പറയണത്. മറ്റുള്ള വ്യക്തികളെക്കാൾ ഇവർ വ്യത്യസ്തമാണ്. എൻ്റെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചതിൻ്റെ ഇരട്ടി ദൈവം എനിക്ക് തന്നു. പക്ഷേ ഞാനപ്പോഴും എന്താ ചെയ്തത്? ഉടമ്പടി തന്നെയാണ്. ഞാൻ പ്രൊട്ടസ്റ്റൻ്റ്, അവിടെ മുഴുവൻ കാത്തലിക്സ് ഇല്ല ഞാൻ പോയ സ്ഥലത്ത്. പ്രൊട്ടസ്റ്റൻ്റുകാരും പെൻറ്റക്കോസ്റ്റൽസുമാണ്. ഞാൻ മാതാവിൻ്റെ പത്രം കൊണ്ടുപോയി അവിടെ ഇരുന്നിട്ട് വായിച്ച് കേൾപ്പിക്കുന്നവരെ പോരെ. പ്രേക്ഷിത പ്രവർത്തനം അതായത് വ്യത്യസ്തത എന്ന് പറയണത്. ഈ 3 കൊല്ലവും ഇവർ പത്രം വായിച്ച് കേൾപ്പിക്കും. എന്നിട്ട് ഇവരെല്ലാം ഫോണിൽ ഇവളെ വിളിക്കും. ഓർക്കണം, ഇവർ ഒരു നോൺ ക്രിസ്ത്യൻ ചെയ്യുന്ന കാര്യമാണ് കർത്താവിന് വേണ്ടി. അതായത് എന്നിട്ട് അവസാനം ഇവരുടെ അശ്വതി അമ്മയോട് പറയും, ഞങ്ങൾ ഈ രാജ്യത്ത് നിന്ന് പോവുകയാണ്, സുവിശേഷ വേല തീരുവല്ല എന്ന് ഓർക്കുമ്പോഴാണ് കൂടുതൽ വിഷമം. എന്താണ് അങ്ങ് ഞങ്ങളെക്കുറിച്ച് തീരുമാനിച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിയത്തില്ല. പക്ഷേ അങ്ങ് ഈ വിസ പുതുക്കി തന്നാലും പുതുക്കി തന്നില്ലെങ്കിലും ഞാൻ എൻ്റെ പ്രേക്ഷിത വേല തുടരും. അങ്ങ് ഈ വിസ എനിക്ക് പുതുക്കി തന്നാലും തന്നില്ലെങ്കിലും ഞാൻ റാലിക്ക് വരും. അതാണ് ഇന്നലെ ഇവരുണ്ടായിരുന്ന റാലിക്ക്. അതാണ് നിലപാടുകൾ കണ്ടില്ലേ. അങ്ങനെ എനിക്ക് വിസ പുതുക്കി തന്നാലും തന്നില്ലെങ്കിലും പക്ഷേ എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് ആ റാലി എൻ്റെ മക്കളും ഭർത്താവുമായിട്ട് സന്തോഷത്തോടെ കൂടണമെന്ന്. ആ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രേസ് ചെയ്യാനുള്ള പ്രാർത്ഥനയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി കൊടുക്കാൻ കൊടുക്കും. ഇത് പ്രാർത്ഥിക്കടി, ഇത് പ്രാർത്ഥിച്ച അപ്പായി കേൾക്കും. അതാണല്ലോ പറയുന്നത്. അപ്പോൾ അത് ദൈവത്തിന് സ്വീകാര്യമായ പ്രാർത്ഥന നാവിൽ കൊടുക്കുകയാണ്. എന്താണ്? അങ്ങ് എനിക്ക് പുതുക്കി തന്നാലും തന്നില്ലെങ്കിലും ഞാൻ ഉടമ്പടി തന്നെ ജീവിക്കാം. അങ്ങ് എനിക്ക് ഉടമ്പടി പുതുക്കി തന്നാലും ഇല്ലെങ്കിലും ഞാൻ റാലിക്ക് വരും. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്, ഞാൻ സന്തോഷത്തോടെ ആ റാലി കൂടണമെന്ന് ആഗ്രഹമുണ്ടെന്ന്. ന്യായമായൊരു കാര്യം, എനിക്ക് സന്തോഷത്തോടെ ഇത് പറഞ്ഞ് എന്നിട്ട് അവസാനം ഒരു വാക്ക് പറയും, എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ. ഇതിൽ ദൈവം വീണ് ശരിക്കും പറഞ്ഞാൽ അതാണ് സംഭവം. എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ. അപ്പോഴെന്ത് ഈ ഒരു ലാസ്റ്റ് വാക്ക് പറയുമ്പോൾ ഇവള് അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുകയാണ്, ധ്യാനം കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ധ്യാനം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ അച്ഛൻ പറയും, എൻ്റെ ഈശോ ഇപ്പോൾ ഒരു മോള് പ്രാർത്ഥിക്കുന്നുണ്ട്, അവളുടെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളെന്നാണ് പറഞ്ഞ് പ്രാർത്ഥിക്കണത്, അവളുടെ കാര്യത്തിൽ നീ ശ്രദ്ധിക്കണം എന്ന് ഞാനിവിടെ നിന്ന് പറയേ. അതാണ് വിഷയം. നമ്മൾ ആരാധന നടത്തുമ്പോൾ ഇത് പിറ്റേ ദിവസമായിരിക്കും ചിലപ്പോൾ അവൾ കൂടണത്, അല്ലെങ്കിൽ ഓൺലൈനാണ് കൂടണത്. പക്ഷേ ആ ഇംഗ്ലണ്ടിൽ ഇരുന്നുകൊണ്ട് എൻ്റെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ എന്ന് ഈശോയോട് പറയുമ്പോൾ അത് ഇവിടെ ഈശോ എൻ്റെ മനസ്സ് തന്നിട്ട് ഞാൻ അവൾക്ക് വേണ്ടി മധ്യസ്ഥ വഹിക്കുകയാണ്. എന്താണ്? കർത്താവ് ഇപ്പോൾ ഒരു മോള് പ്രാർത്ഥിക്കുന്നു, അവളുടെ കയ്യിൽ ഉടമ്പടി മാത്രമേ ഉള്ളൂ. ഇത് കേട്ടോടുകൂടി അവളെ കണ്ണ് നിറഞ്ഞു പോയി. കർത്താവ് എന്നെ കണ്ടല്ലോ, കർത്താവ് എന്നെ ഓർത്തല്ലോ എന്ന്. അതാണ് വിഷയം. കർത്താവ് ഇങ്ങനെയാണ് മക്കളെ.
എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുകയും കേൾക്കുകയും ചെയ്യും. നമ്മൾ ഓർക്കണില്ല കേൾക്കണില്ല എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വൃത്തികെട്ട ജീവിതം ജീവിച്ചിട്ടാണ് നമ്മൾ പണി അളന്ന് മേടിക്കണത്. സത്യസന്ധമായിരിക്കണം ദൈവത്തിരുസന്നിധിയിൽ. കണ്ട, ഇംഗ്ലണ്ടിൽ വെച്ച് അവൾ രാത്രി പ്രാർത്ഥിച്ചത്, പകൽ ഞാൻ ആ സമയത്ത് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ ഉടമ്പടി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ എന്ന് പറഞ്ഞൊരു മോഡ് പ്രാർത്ഥിക്കുന്നു. അവളുടെ കാര്യത്തിൽ നീ തീരുമാനം എടുക്കണേ. ആ സെക്കൻഡ് തീരുമാനമാണ്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കമ്പനിയിൽ നിന്ന് വിളിക്കുകയോളാം. കമ്പനി വിളിച്ചും പറഞ്ഞും നിൻ്റെ വിസ പുതുക്കാൻ കമ്പനി തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറയും. എന്നിട്ട് ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ ഇവളോട് പറയും, ഇത് നിൻ്റെ ഗ്രേറ്റ്നെസ് അല്ല, ഇത് നിൻ്റെ കൃപാസനം അമ്മയുടെ ഗ്രേറ്റ്നെസ് ആണെന്ന് പറയും. കാര്യം അവൾ കൃപാസനത്തിൻ്റെ അവൾ പറയണത്, ഞാൻ എൻ്റെ ഉടമ്പടി കാശുരം കുളിക്കണ സമയത്ത് പോലും കഴുത്തേന്ന് ഉരത്തില്ലെന്ന് പറയും. അങ്ങനെ അവർ ഉടമ്പടി ജീവിക്കണത്. അവൾ ഇട്ട കാശുരൂപം, അന്നിട്ട കാശുരൂപം ഇന്ന് വരെ ശരീരത്തിന് കുളിക്കണ സമയത്ത് പോലും മാറ്റിയിട്ടില്ല. ഓരോ വിഷയങ്ങൾ. അപ്പം ഇത് വിശ്വസ്തതയുടെ ഒരു ജീവിതമാണ് ശരിക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ദൈവത്തോടുള്ള കൂറ്, വിശ്വസ്തത. എൻ്റെ മക്കളെ ഏത് കാലാവസ്ഥയിലും, കാലാവസ്ഥ ഭേദമായ അതിൻ്റെ പേരിൽ ഒരു സ്പിരിച്വൽ ഡിപ്രഷൻ ഉണ്ടാകരുത്. പേര് മോളമ്മ, ഞാൻ ചെങ്ങന്നൂന്ന് വരികയാണ്. ആദ്യം തന്നെ ഈ അൽത്താരയിൽ കയറി നിൽക്കുവാനായിട്ട് മാതാവ് എനിക്ക് തന്ന കൃപയ്ക്കായി ഞാൻ സ്തുതിക്കുന്നു. ഞാൻ കൃപാസനത്തിനെ പറ്റി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനത് കാര്യമാക്കിയിട്ടില്ല. കാരണം ഞാൻ ചെറുപ്പം തൊട്ടേ പെന്തിക്കോസ് അനുഭവത്തിൽ വളർന്ന ഒരു കുട്ടിയാണ്. പിന്നെ ഒരു ഹിന്ദുവിനെയാണ് കല്യാണം കഴിച്ചതുകൊണ്ട് വീണ്ടും അതിലേക്ക് പോകാനായിട്ട് പറ്റിയില്ല. എങ്കിലും ദൈവവചനം എൻ്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് മറ്റുള്ള ആരാധനയ്ക്കോ കാര്യങ്ങൾക്കോ ഒന്നും ഞാൻ പോകാറില്ല. അപ്പോൾ ആ ഒരു ഇതിൽ മാതാവിനെ വിളിക്കുന്നത് അവർക്ക് ഞങ്ങൾ ഇതിൽ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോൾ എൻ്റെ ഒരു അടുത്തൊരു സുഹൃത്ത് വിളിച്ച് എന്നോട്, അവരെൻ്റെ നമ്പർ തപ്പിയെടുത്ത് ഗുജറാത്തിൽ നിന്നാണ് വിളിക്കുന്നത്. അവരെന്നോട് ഇങ്ങനെ പറഞ്ഞു, ആലപ്പുഴ കൃപാസനം എന്നും പറഞ്ഞൊരു പള്ളിയുണ്ട്. അപ്പോൾ എൻ്റെ വീട് പണി ഒരു വർഷമായിട്ട് വീട് പണി മുടങ്ങിക്കിടക്കുകയായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു, കൃപാസനം എന്ന് പറയുന്ന പള്ളിയുണ്ട്, നീ അവിടെ പോ, മാതാവിനോട് നിൻ്റെ കാര്യം പറഞ്ഞാൽ മതി, നിനക്ക് സാധിച്ചു തരും, നിൻ്റെ വീട് പണി എളുപ്പം നടക്കുമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാനൊന്നും വിചാരിച്ചില്ല. ഞാൻ അന്ന് തന്നെ വൈകിട്ട് ഹസ്ബൻഡ് വന്നപ്പം പറഞ്ഞ്, അപ്പം ഹസ്ബൻഡ് ഡ്രൈവറാണ്, പുള്ളി വേളാങ്കണ്ണിയിലൊക്കെ സ്ഥിരം പോകുന്നതാകുന്നതുകൊണ്ട് പുള്ളിക്ക് മാതാവിനെയൊക്കെ ഭയങ്കര വിശ്വാസമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഇതുപോലെ കൃപാസനം എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട് ആലപ്പുഴ, ഞാനൊന്ന് പോകാമെന്ന് പറഞ്ഞപ്പം പറഞ്ഞ്, നാളെ പോകണ്ട, മറ്റന്നാൾ നമുക്ക് എല്ലാവർക്കും കൂടെ പോകാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ തലേദിവസം എല്ലാവരും കൂടെ ഇവിടെ വന്നപ്പം ഭയങ്കര തിരക്കാണ്. ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോയി. ഞങ്ങൾക്ക് പിന്നെ 12 മണിക്കത്തെ ഇതിന് കയറാൻ പറ്റത്തുള്ളൂ, അത് 4 മണിയായിട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഹസ്ബൻഡ് പറഞ്ഞ്, സമയമില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം വരാം എന്ന് പറഞ്ഞ് കുറേ തടസ്സങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഏതായാലും വന്നില്ല, നിങ്ങൾ പോക്കോ, ഞാൻ തിരിച്ച് ബസ്സിന് തന്നെ വന്നോളാം, നിങ്ങൾ പോക്കോ, ഞാൻ ഉടമ്പടി എടുത്തിട്ട് എന്തായാലും വരുന്നുള്ളെന്ന് പറഞ്ഞ്. അങ്ങനെ അവർ പിന്നെ ഇവിടെ നിന്ന് ഞാൻ ഉടമ്പടി എല്ലാം എടുത്ത് വീട്ടിൽ ചെന്ന് എന്ന് സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുകയും അന്ന് തൊട്ട് ഞാൻ അപ്പോൾ എൻ്റെ മനസ്സിലൊരു വേദനയായിട്ട് കിടക്കും. ദൈവത്തെ അറിഞ്ഞിട്ടും അറിയാത്തവരെ പോലെ ജീവിച്ചല്ലോ എന്നുള്ളൊരു വേദന എൻ്റെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. ഈ ഒരു അവസരം മുതലെടുത്തുകൊണ്ട് ഞാൻ അന്ന് മുതൽ വീട്ടിൽ പാട്ടും പ്രാർത്ഥനയും എൻ്റെ മക്കളെ വിളിച്ചിരുത്തി പാട്ടും പ്രാർത്ഥനയും എല്ലാം ചൊല്ലുകയും ബൈബിൾ വായിക്കുകയും എല്ലാം ചെയ്ത് അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് വീട് പണിയുടെ കാര്യമൊന്നും ആയില്ല. വീട് പണിയാണ് ഞാൻ ആദ്യം വെച്ച നിയോഗം. പക്ഷേങ്കിൽ വസ്തു അമ്മയുടെ പേരിലാണ്. 9 സെൻറ്റ് സ്ഥലം ഞങ്ങൾക്ക് കൂടെ ഉള്ള വീതം കിടക്കുകയാണ്. അപ്പം അമ്മ പറഞ്ഞ്, ഞങ്ങളുടെ കാലശേഷമേ തരത്തുള്ളൂ, നിങ്ങൾക്ക് വേണേൽ 5 സെൻറ്റ് എഴുതി എടുത്തോളാം പറഞ്ഞു. അങ്ങനെ അത് ഞാൻ നിയോഗത്തിൽ വെച്ചായിരുന്നു, വസ്തു ഞങ്ങളുടെ പേരിൽ എഴുതി തരണമെന്നും പറഞ്ഞ്. അങ്ങനെ 5 സെൻറ്റ് എഴുതാനായിട്ട് ഞാനെല്ലാം ശരിയാക്കി. 5 സെൻറ്റും കൂടി ചെന്നപ്പോഴത്തേക്കിന് അമ്മ ഒപ്പിടാനായിട്ട് വന്നപ്പോൾ അമ്മയും ചേട്ടനും കൂടെ പറഞ്ഞ്, എന്തിനാണ് ബാക്കി 4 സെൻറ്റ് കൂടെ വിട്ടേക്കുന്നത്, അതും കൂടെ നിങ്ങളുടെ പേരിൽ എഴുതി എടുത്തോളാം പറഞ്ഞു. അപ്പം ഞങ്ങൾ 5 സെൻറ്റിന് എഴുതാനുള്ള ഇതേ ചെന്നുള്ളൂ. അങ്ങനെ പിറ്റേ ആഴ്ച ഞാൻ 4 സെൻറ്റിൻ്റെയും കൂടെ ഇതാക്കി 2 ആധാരമായിട്ട് ഹസ്ബൻഡിൻ്റെ പേരിലോട്ട് മൊത്തം കൂടെ അമ്മ എഴുതി തരാൻ സഹായിച്ചു. അതാണ് എൻ്റെ ഒന്നാമത്തെ നിയോഗം. രണ്ടാമത്തെ നിയോഗം, എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരിലൊരു അടുത്ത എൻ്റെ വകയിലൊരു ചേട്ടത്തിയാണ് ഒരു കള്ളക്കേസ് കൊടുത്ത്. അങ്ങനെ ആ കേസ് 2016 കേസാണ്. അത് ഇങ്ങനെ ഓരോ മാസവും അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാനത് നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് അമ്മ മാതാവിൻ്റെ കൃപ കൊണ്ട് കഴിഞ്ഞ മാസം ആ കേസ് തള്ളിക്കളയാനായിട്ട് ഇടയാക്കി.
അങ്ങനെ വലുതും ചെറുതും ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് തന്ന്. അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച എൻ്റെ ഒരു മോതിരം നഷ്ടപ്പെട്ടു പോയി. വീട്ടിൽ വെച്ചാൽ നഷ്ടപ്പെട്ടത്, അത് എങ്ങനെയാണ് പോയെന്ന് അറിയത്തില്ല. ഞാൻ വീട്ടിൽ ടൈലറാണ്. അപ്പോൾ ആരെങ്കിലും വന്നെടുത്ത് ഒന്നും അറിയത്തില്ല. ഞാൻ വീട്ടിലോട്ട് കയറുമ്പോഴും ഇറങ്ങുമ്പോഴും എല്ലാം ഞാൻ ചോദിക്കും, അമ്മേ എൻ്റെ മോതിരം എന്തി, അമ്മേ എൻ്റെ മോതിരം, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ അപ്പം സ്റ്റെപ്പൊക്കെ ഉണ്ട് ഞങ്ങളുടെ മേലോട്ട് കയറാനായിട്ട്. അപ്പം അവിടെ എല്ലാം ഞാൻ ഒരാഴ്ച ഫുള്ള് തൂത്തുവാരി നോക്കിയ സാധനമാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ രാവിലെ മുറ്റം തൂക്കാൻ കഴിയുമ്പോൾ ഞങ്ങളുടെ സ്റ്റെപ്പിൽ ഒരു കേടുമില്ലാതെ സ്റ്റെപ്പിൽ ഇങ്ങനെ ആ മോതിരം കിടക്കുന്നു. അതിന് ഞാൻ അമ്മ മാതാവിനോട് നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ വീട് പണി കടബാധ്യതയില്ലാതെ നടത്തി തരണമെന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെ അതെങ്കിൽ ഹസ്ബൻഡ്, എനിക്ക് 10 വയസ്സും 12 വയസ്സുള്ള 2 മക്കളാണുള്ളത്. അപ്പം എന്നെ ഒന്നും ജോലിക്ക് വിടത്തില്ല. കാരണം സന്ധ്യയ്ക്കുമ്പോൾ മക്കൾ തന്നെയുള്ളൂ, വീട്ടിൽ വരണമെന്നും പറഞ്ഞ് ഹസ്ബൻഡെങ്കിലും വിടത്തില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ മറ്റുള്ളവർക്ക് ഇങ്ങനെ പരോപകാരിയായ ഒരാളാണ്. അപ്പോൾ അങ്ങനെ പൈസ സംബന്ധമായി 2-3 പേർക്ക് ഉപകാരം ചെയ്യാൻ പോയി. അത് എനിക്ക് ലാസ്റ്റ് പാരയായിട്ട് തന്നെ വന്ന് അത് ഞാൻ തന്നെ വീട്ടേണ്ട അവസ്ഥ വന്നപ്പോഴത്തേക്കിന് ഞാൻ ഞങ്ങളുടെ അടുത്തുള്ള ഒരു ആൻറ്റിയോട് ചോദിച്ചു, ആൻറ്റി എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലിയുണ്ടോ, അത് ശരിയാക്കി തരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ആൻറ്റി പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം എന്നെ വിളിച്ച് ചോദിച്ച്, ഗൾഫിലൊരു ചാൻസ് ഉണ്ട്, പോകാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്നെ അവിടെ ഒന്നും വിടത്തില്ല, അത്രയും ദൂരെ ഒന്നും മക്കളെ ഇട്ടിട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ്. എന്നാലും ഹസ്ബൻഡ് വരുമ്പോൾ ഒന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് അന്ന് വൈകിട്ട് ഹസ്ബൻഡ് വന്നപ്പോഴത്തേക്കിനെ ഞാൻ ചോദിച്ചപ്പം പറഞ്ഞ് അതിനെന്താ പൊക്കോളാൻ പറഞ്ഞ്. അപ്പം മക്കൾ പറഞ്ഞു, അമ്മേ നാളെ രാവിലെ തീരുമാനിച്ചാൽ മതി, ചാച്ചൻ ഇപ്പം പറയുന്നത് വിശ്വസിക്കേണ്ടെന്ന് പറഞ്ഞ്. പിറ്റേ ദിവസം രാവിലെ ഞാൻ ചോദിച്ചു പറഞ്ഞു, അതിനെന്താ നീ പൊക്കോ എന്ന് പറഞ്ഞ് ഞാൻ അപ്പം തന്നെ അവരെ വിളിച്ച് പറഞ്ഞ് അവർ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി. ഈ 15-ാം തീയതി ഞാൻ ഷാർജയ്ക്ക് പോകാനായിട്ട് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ച്. അങ്ങനെ എല്ലാ വലുതും ചെറുതുമായ അനുഗ്രഹങ്ങളും തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ച്. ഞാൻ രോഗികളെ കൂടുതലും പോയി സന്ദർശിക്കത്തില്ലെങ്കിലും മൊബൈലിനകത്ത് ഇങ്ങനെ രാവിലെ തൊട്ട് ഇങ്ങനെ നോക്കും, ആരെങ്കിലും വയ്യാത്തവരുണ്ടോ, ആരൊക്കെയെങ്കിലും പ്രയാസമുള്ളവരുണ്ടോ, മക്കളില്ലാത്തവർ, എൻ്റെ ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ ഒത്തിരി പേരെ നോക്കിയിട്ട് അവരോട് വിളിച്ച് ഞാൻ ദൈവവചനം പറയും, കൃപാസനത്തെ പറ്റി പറയും, അമ്മ മാതാവിനെ പറ്റി പറയും. പിന്നെ എന്നെക്കൊണ്ട് ആകുന്ന പോലുള്ള സഹായങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ വലിയ ചെറുതുമായി ഒത്തിരി ഉപകാരങ്ങൾ തന്ന് അമ്മ മാതാവ് എന്നെ അനുഗ്രഹിച്ച്. അതുപോലെ തന്നെ എൻ്റെ ആദ്യത്തെ ആധാരം വീട് സ്ഥലം കൂടാണ്. അത് പണയപ്പെടുത്താതെ 2ാമത്തെ ആധാരം പണയപ്പെടുത്തി ഞങ്ങൾ ചില പൈസ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവർ 2 ലക്ഷം രൂപ തരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇന്നലെ വിളിച്ച് പറഞ്ഞ് 80,000 രൂപ തരത്തുള്ളത്. എനിക്ക് കേട്ടപ്പം ഹസ്ബൻഡിന് അങ്ങ് വിഷമമായി. പക്ഷേ എനിക്ക് ഒരു വിഷമവും തോന്നുന്നില്ല. കാരണം ഞാൻ ഓർക്കുന്ന അതിൽ കൂടുതൽ എന്തോ നന്മ എനിക്ക് മാതാവ് തരും, തീരുമാനം തരുമെന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ട്. കാരണം മക്കൾക്ക് നമ്മൾ അച്ഛനും അമ്മയും മനസ്സറിയാതെ ഓരോ സർപ്രൈസ് കൊടുക്കുന്ന പോലെ മാതാവ് എനിക്ക് തരുമെന്ന് ഒറ്റ വിശ്വാസം എനിക്കുണ്ട്. ചില കാര്യങ്ങൾ നമ്മൾ വാശിയോറും പിടിച്ചു മേടിക്കുന്നതാണ്, മനസ്സറിയാതെ ഓരോ കാര്യങ്ങളും തരും. അപ്പം ഈ 80,000 രൂപ കിട്ടിയാൽ എൻ്റെ വീട് പണി നടക്കത്തില്ല. എങ്കിലും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്, അതിൽ നിന്ന് എനിക്ക് കടബാധയില്ല. എങ്ങനെയോ എൻ്റെ വീട് പണിയാനാട്ടെ മാതാവിൻ്റെ തീരുമാനം, ആ തീരുമാനത്തിനായി ഞാൻ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ മാതാവ് തന്ന എല്ലാ കൃപകൾക്കും ഞാൻ നന്ദിപൂർവ്വം അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമായി ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ പേര് റീത്ത. ഞാൻ ആലങ്ങാട് എന്ന സ്ഥലത്തു നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2022 ഒക്ടോബർ 11-ാം തീയതിയാണ്. ഞാനിവിടെ വരാനുണ്ടായ കാരണം എൻ്റെ 2ാമത്തെ മകൻ്റെ ഭാര്യ കാനഡയിൽ 2 വർഷത്തെ സ്റ്റഡി വിസയ്ക്ക് പോയി. അവിടെ ചെന്ന് പഠിത്തം കഴിഞ്ഞതിന് ശേഷം അത് വർക്ക് വിസയ്ക്ക് വയ്ക്കുകയുണ്ടായി. അപ്പോൾ ആ സമയത്ത് മകൻ ഖത്തറിലായിരുന്നു. ആ കോവിഡ് സമയത്ത് മകന് കാനഡയിലേക്ക് പോകാൻ സാധിച്ചു. ആ മകന് അവിടെ ഒരു ജോലി കിട്ടുകയും ചെയ്തു. പക്ഷേ ഈ മകളുടെ പഠിത്തം കഴിഞ്ഞ് അവൾ വർക്ക് വിസയ്ക്ക് വെച്ചിട്ട് 5 മാസത്തിനുള്ളിൽ അത് പുതുക്കി കിട്ടേണ്ടതായിരുന്നു, 3 മാസത്തിനുള്ളിൽ. പക്ഷേ എന്ത് ചെയ്താൽ വർക്ക് വിസ പുതുക്കി കിട്ടുന്നില്ല. ഇങ്ങനെ അവർ ആകെ ടെൻഷൻ അടിച്ചു, എന്ത് ചെയ്യും ഇനി. അങ്ങനെ അന്വേഷിച്ച് ഇടയ്ക്ക് വിളിച്ചു ചോദിക്കുമ്പോൾ അവർ പറയും പ്രോസസ്സിങ്ങിലാണെന്ന് പറയും. കൂടെ പിന്നെ 2 മാസം കഴിയുമ്പോൾ പിന്നെ വിളിക്കും. അപ്പോൾ അവർക്ക് ദേഷ്യം വരും, അപ്പോൾ അവർ ഫോൺ എടുക്കില്ല. അങ്ങനെയായി ഇവരാകെ വിഷമിച്ചു. അത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം പെട്ടെന്ന് നിങ്ങളുടെ വിസ റിജക്റ്റായി എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മെയിൽ വന്നു. അപ്പോൾ ഇവർക്ക് പേടിയായി, ഇനി എന്തു ചെയ്യും. 2 പേരോടും ജോലിക്ക് കയറരുത് എന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് മകൾ ഗർഭിണിയാവുകയും മകൾക്ക് ഒരു കുഞ്ഞുണ്ടാവുകയും ചെയ്തു. അതുകൊണ്ട് അവൾ ജോലിക്ക് പോകുന്നില്ല, വീട്ടിൽ കൊച്ചിനെ നോക്കിയിരിക്കുകയാണ്. 1 വർഷത്തെ ലീവ് എടുത്തേക്കാണ്. എന്നാലും മകന് ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മകൾ ഭയങ്കര വിഷമത്തോടുകൂടി വീട്ടിലേക്ക് വിളിച്ച് പറയുകയും ഞങ്ങൾ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഞങ്ങൾക്ക് കൃപാസനത്തിൽ പോകാം, ഉടമ്പടി എടുക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും ഭർത്താവും ഇവിടെ വരികയും ഉടമ്പടി എടുക്കുകയും ചെയ്തു. ആദ്യ നിയോഗമായി
ഈ വർക്ക് വിസയുടെ കാര്യമാണ് വെച്ചത്. അപ്പോൾ മകൾ പറഞ്ഞു, ഇനി ഞാൻ വീട്ടിൽ ചെന്ന ശേഷം മകളോട് വിളിച്ചു പറഞ്ഞു, മോളെ നീയും ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. പിറ്റേ ദിവസം തന്നെ അവൾ ഓൺലൈനായി ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് എല്ലാം കഴിഞ്ഞതിന് ശേഷം വൈകിട്ട് ഓഫീസിൽ നിന്ന് അറിയിച്ചു, മകനോട് ജോലിക്ക് കയറിക്കോളാൻ പറഞ്ഞു. 1 വർഷമായി ഈ വിസ കിട്ടാതെ ആയിട്ട്. അങ്ങനെ രണ്ടാമത് അവർ വയ്ക്കുകയാണ്, വിസയ്ക്ക് രണ്ടാമത് വെച്ചു. അപ്പോൾ അതിന് കാരണം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവർ കോഴ്സ് കംപ്ലീറ്റ് ആയ ഒരു സർട്ടിഫിക്കറ്റ് വെച്ചില്ല. എന്നാൽ ഈ 1 വർഷത്തിനിടയിൽ അവർ വിളിച്ച് പറയുകയോ വക്കീൽ വഴിയാണിത് വെച്ചത്, ആ വക്കീൽ അറിയിക്കുകയോ ചെയ്തില്ല. അപ്പോൾ ഇനി എന്തു ചെയ്യും? അപ്പോൾ വക്കീൽ പറഞ്ഞു, നമുക്ക് കേസിന് പോവാം, ഇത്രയും കാലതാമസം വന്നതുകൊണ്ട് ഒരു കാരണവശാലും കിട്ടുമെന്ന് തോന്നണില്ല വിസ എന്ന് പറഞ്ഞു. അപ്പോൾ മോളെ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മേ കേസിന് പോകണം, 10 ലക്ഷം രൂപയാവും എന്നാണ് വക്കീൽ പറയണതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കേസിന് പോകണ്ട, ഞാനും നീയും ഉടമ്പടി എടുത്തതല്ലേ, പരിശുദ്ധ അമ്മ നടത്തിത്തരും, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധിക്കുമെന്ന് നീ ഉറച്ചു വിശ്വസിക്കുക, ഞങ്ങൾ പ്രാർത്ഥിക്കാം, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. മകൾ ഡിസംബർ 8-ാം തീയതി എന്നൊരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. അമ്മേ, പരിശുദ്ധ അമ്മേ, ഈ അമലോത്ഭവ തിരുനാളിൻ്റെ അന്ന് ഒരു സന്തോഷ വാർത്ത ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയാകണേ എന്ന് ഞങ്ങളും പ്രാർത്ഥിച്ചു. അങ്ങനെ ഡിസംബർ 7-ാം തീയതി അവൾ ഫോൺ വിളിച്ച് ചോദിച്ചപ്പോൾ അവിടുത്തെ മാഡം ഫോൺ എടുത്തു കൊണ്ട് ദേഷ്യപ്പെട്ടു. എന്നിട്ട് വെക്കാൻ പോയപ്പോൾ മകൾ പറഞ്ഞ്, മാഡം ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ ആ മാഡം പറഞ്ഞു, എങ്കിൽ എന്താ മോൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു. അപ്പം മകളുടെ എല്ലാ അവസ്ഥകളും പറഞ്ഞു. അപ്പോൾ ആ മാഡം പറഞ്ഞു, മോള് വിഷമിക്കേണ്ട, ഞാൻ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഹെഡ് ഓഫീസിലേക്ക് വിളിച്ച് ചോദിക്കട്ടെ എന്താ കാര്യമെന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ മാഡം അപ്പം തന്നെ വിളിച്ചിട്ട് മോളോട് വിളിച്ച് പറഞ്ഞു, കോളേജിൽ പോയി ഒരു സർട്ടിഫിക്കറ്റ് കൂടി വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി അപ്പോൾ തന്നെ പോയി ആ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുകയും അത് വയ്ക്കുകയും ചെയ്തു. ഡിസംബർ 8-ാം തീയതി രാവിലെ ഓഫീസ് തുറന്ന് ഉടനെ തന്നെ ഞങ്ങളുടെ മോളുടെ മകൻ്റെയും വിസ പുതുക്കി കിട്ടുകയും ചെയ്തു. മാതാവാണ് ആ മാഡത്തിൻ്റെ രൂപത്തിൽ അവിടെ വന്നതെന്ന് ഞാനും കുടുംബവും ഉറച്ചു വിശ്വസിക്കുന്നു. 4 ദിവസവും കൂടി കഴിഞ്ഞാൽ മക്കളുടെ വിസ തീരും, അവർ കുഞ്ഞിനെ കൊണ്ട് കയറി പോരാൻ റെഡി ആവണമെന്നാണ് പറഞ്ഞത്. കൂട്ടുകാരൊക്കെ പറയും, നിങ്ങൾ നാട്ടിലേക്ക് പൊക്കോ, ഇവിടെ നിന്നിട്ട് കാര്യമില്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് കൂടുതൽ വിഷമായിരിക്കും. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം മകൾക്ക് നല്ല ധൈര്യം വന്നു. ഞാൻ പറഞ്ഞു, അമ്മ അറിയാതെ ഒന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കുക എന്ന് പറയും. അങ്ങനെ മാതാവ് മക്കളുടെ ജീവിതത്തിൽ ഇടപെട്ടു. അതിൻ്റെ ഇടയിൽ ഈ സംഭവമൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മകൻ ജോലിക്ക് പോയി. കാനഡയിൽ ജോലിക്ക് പോയിണ്ടിരുന്ന സമയത്ത് സിഗ്നലിൻ്റെ അടുത്ത് വണ്ടി നിർത്തി. സിഗ്നൽ തീർന്നു, വണ്ടി എടുക്കണ സമയത്ത് എടുത്ത് മുന്നോട്ട് കയറി. അപ്പം തന്നെ വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു പോയി. എന്താണെന്ന് അറിയാൻ പറ്റണില്ല. പെട്ടെന്ന് തന്നെ ആരോ വന്ന് ആ വണ്ടി വലിച്ച് അവിടെ നിന്ന് സൈഡിലേക്ക് മാറ്റി. ദൈവത്തിൻ്റെ ഒരു അത്ഭുതകരമായ ഇടപെടലാണ് അത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാനഡയിലൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, വണ്ടികൾ ഒന്നിന് പിന്നാലെ വന്ന സ്ഥലമാണ്. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലാണ് അവിടെ കാണാൻ സാധിച്ചത്. രണ്ടാമതായിട്ട് എൻ്റെ മകൻ കുവൈറ്റിലാണ്, മൂത്ത മകൻ. അവർ ഫാമിലിയായിട്ട് താമസിക്കുന്നു. മകൻ്റെ ഇപ്പോൾ 5 വർഷത്തെ എഗ്രിമെൻ്റ് ആയിരുന്നു, അത് തീരാറായി. പക്ഷേ അവർ കമ്പനി 2-3 മാസത്തെ ശമ്പളം പിടിച്ചു വെച്ചേക്കാണ്, ശമ്പളം കിട്ടുന്നില്ല. അങ്ങനെ ഭയങ്കര വിഷമത്തിലായിരിക്കുന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് ഉപ്പും തൈലം കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അവർ അത് വെച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ പറഞ്ഞു, മോൻ പോകുമ്പോൾ കമ്പനിയിൽ കൊണ്ടുപോയി ചവിട്ടാത്ത സ്ഥലം നോക്കി ആ ഉപ്പ് കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ മകൻ ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, ആ പ്രൊജക്റ്റ് ആ കമ്പനി അവർക്ക് തന്നെ കിട്ടുകയും ജോലിക്കാരെ അവർക്ക് ജോലി കിട്ടുകയും ചെയ്തു. കുറച്ച് പേരെ അവർ അതിനു മുമ്പ് പിരിച്ചു വിട്ടു, നാട്ടിലേക്ക് പോയി. എന്നാൽ എൻ്റെ മകന് ഇപ്പോൾ ജോലിയുണ്ട്, സന്തോഷമായിട്ടിരിക്കുന്നു. അതിന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറയാണ്. പിന്നെ 3 വർഷമായി എൻ്റെ മുട്ടുകാലിൻ്റെ ഉള്ളിൽ ലിക്വിഡ് ഇത് തീർന്ന് പറ്റിപ്പോയി. അതുകൊണ്ട് ഒരു കാരണവശാലും മുട്ടുകുത്തരുന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. കാല് രാത്രിയിലൊക്കെ ഭയങ്കര വേദനയാണ്, സ്റ്റെപ്പ് കയറാൻ പാടില്ല, അങ്ങനെയായിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് കൊണ്ടുപോയ തൈലം ഉപ്പവും ഞാൻ
മിക്ക ദിവസങ്ങളിലും പുരട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ എനിക്ക് ഈ 5 മാസമായിട്ട് ഒരു കുഴപ്പമില്ല. എപ്പോൾ എന്തോരം നേരം വേണമെങ്കിലും മുട്ടുകുത്തി നിൽക്കാം. അതും മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞങ്ങളൊരു കൃപാസനം പത്രം എല്ലാ വീടുകളിലും കൊണ്ടുപോയി കൊടുക്കും. ഞാൻ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ അവരോട് ഞാൻ കുറേ നേരം പറയും മാതാവിനെ പറ്റിയും കൃപാസനത്തെ പറ്റിയും ഈശോയെ പറ്റിയും. അവർക്ക് കേൾക്കാൻ ആകാംക്ഷയുള്ളവരോടൊക്കെ കൂടുതൽ ഞാൻ പറയും, നിങ്ങളിവിടെ വന്നാൽ ഉടമ്പടി എടുക്കണം, നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും മാതാവ് മാറ്റിത്തരുമെന്ന് ഞാൻ പറയും. അങ്ങനെ എല്ലാ വീടുകളിലും കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ തളർന്നു കിടക്കുന്ന ഒരു രോഗി ഉണ്ടായി, ഒരു ചേച്ചി ഉഷ, ഒരു ഹൈന്ദവ സ്ത്രീയാണ്. അതിനെ നോക്കാൻ ആരുമില്ല. ഒരു ഭർത്താവാണെങ്കിൽ പെട്രോൾ പമ്പിൽ പോയി രാവിലെ പോകുമ്പോൾ ഇതിന് ഇത്തിരി കുറുക്ക് കൊടുത്തിട്ടാണ് ഇത് പോകുന്നത്. 3 മണിക്കാണ് ആ ഭർത്താവ് തിരിച്ചു വന്നത്. ആ സമയം വരെ അതിനെ നോക്കാൻ ആരുമില്ല. ഞങ്ങളിതറിഞ്ഞു. ഇവിടെ കൃപാസനത്തിൽ വന്ന വേറെ ഒരു 2 സഹോദരിമാരും ഞാനും കൂടി പോയി ആ ചേച്ചിയെ എഴുന്നേറ്റിച്ച് താങ്ങി ഇരുത്തി അതിൻ്റെ യൂറിൻ ബാഗൊക്കെ മാറ്റി ആ ചേച്ചിക്ക് ഭക്ഷണം കൊണ്ടുപോയി കോരി കൊടുക്കും, ഡ്രസ്സൊക്കെ മാറ്റും. അതിന് ഭയങ്കര സന്തോഷമായി, നല്ല ദൈവവിശ്വാസമായി. അങ്ങനെ ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കും, ഇതിനെ നോക്കാൻ ആരില്ല, എന്ത് ചെയ്യും. അങ്ങനെ ഒരു മോളുണ്ടായത് പഠിച്ചുകൊണ്ട് നടന്ന സമയത്ത് അങ്ങനെ നോക്കാൻ ആരുമില്ല. ഞങ്ങൾ പോയി നോക്കി. പക്ഷേ എന്തോ 4 മാസം ഞങ്ങൾ നോക്കി. ഒരു ദിവസം തലേ ദിവസം ഞങ്ങൾ ഭക്ഷണം കൊണ്ടു കൊടുത്തപ്പോൾ പുള്ളിക്കാരിയോട് ഒരുപാട് ഇങ്ങനെ ദൈവത്തെ പറ്റി പറഞ്ഞു. പുള്ളിക്കാരി സ്വർഗസ്ഥനായ വിശ്വാസ പ്രമാണമൊക്കെ ചെല്ലും. നല്ല ഒരു സന്തോഷമായിട്ടിരുന്നു. അതിൻ്റെ പിറ്റേ ദിവസം പുള്ളിക്കാരിക്ക് അറ്റാക്ക് വരികയും മരിച്ചു പോവുകയും ചെയ്തു. പിന്നെ ഞങ്ങളങ്ങനെ പോകും. ഒരുപാട് പേരെ ക്യാൻസർ രോഗികൾ സന്ദർശിക്കാനും പിന്നെ ഹോസ്പിറ്റലുകളിൽ പോയി ഞങ്ങളെ കൊണ്ടാവുന്നതെല്ലാം ചെയ്യും. അങ്ങനെ മുന്നോട്ട് പോകുന്നു.